ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജിൽ വീക്ക്ലി ടെക്നിക്കൽ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഇതൊരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ആ ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് നമ്മുടേതായ ഒരു സ്റ്റഡി നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ആഴ്ച ഏതൊക്കെ സ്റ്റോക്സുകളാണ് ആ ടെക്നിക്കൽ റിപ്പോർട്ട്സിൽ വന്നതെന്ന്. അപ്പോൾ ഈ ആഴ്ച 4 സ്റ്റോക്സുകളാണ് ഈ ഒരു ടെക്നിക്കൽ റിപ്പോർട്ട്സ് വന്നിട്ടുള്ളത്. ഏഞ്ചൽ 1, BASF ഇന്ത്യ, കാനറ ബാങ്ക്, ഏഷ്യർ മോട്ടോർ. ഇനി ഏഞ്ചൽ 1 ലെവൽസ് പറയുന്നത് 3145 മുകളിലാണ് ബൈ പറയുന്നത്. 4465 ടാർഗറ്റ് പറയുന്നുണ്ട്. അതുപോലെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 2334 പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഒരു ബൈ റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്സിന് സപ്പോർട്ടിൽ നിന്ന് നല്ല രീതിയിൽ റിവേഴ്സിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല RSIയും സ്ട്രോങ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കിതിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഏഞ്ചൽ 1 ചാർട്ട് ഇതാണ്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 3145 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്താലാണ് ബൈ പറയണത്. ഡേ ക്യാൻഡിൽസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ടാർഗറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 4465 ആണ്. 4465 ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 2334 ആണ്. അതായത് ഈ ഒരു സ്ലോയ്ക്ക് താഴെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്സിൻ്റെ ഫണ്ടമെന്റൽസ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്സ് സ്ട്രോങ് ആണ് കാണിക്കുന്നത്. അതിന് റീസൺ പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ഫിനാൻഷ്യൽ സർവീസ് ആണ്. പിന്നെ സർവീസ് ഓഫറിംഗ് ഉണ്ട്, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉണ്ട്, പിയോട്രോസ്കി സ്കോർ ഉണ്ട്. 7 പിയോട്രോസ്കി സ്കോർ, നല്ലൊരു സ്കോറാണ്. പിന്നെ സ്റ്റേബിൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്, പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡിംഗ് ചേഞ്ച് ഉണ്ട്, മോഡറേറ്റ് ഡെപ്റ്റ് ലെവൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോക്സിനെ ഫണ്ടമെന്റലി സ്ട്രോങ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് എന്ന് മനസ്സിലായി. അതുപോലെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് BASF ഇന്ത്യ ആണ്. അപ്പോൾ BASF ഇന്ത്യ വീക്ക്ലി ചാർട്ടിൽ ഒരു കപ്പ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചാർട്ടിൽ നോക്കാം. ഇപ്പോൾ വീക്ക്ലി എടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, അവിടെ ഒരു കപ്പ് ഷേപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത്. പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബൈ ലെവൽ പറയുന്നത് 3530 മുകളിലാണ് ബൈ പറയുന്നത്. 3530 ലെവൽ വീക്ക്ലി ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരു കപ്പ് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 4800 ആണ് ടാർഗറ്റ് പറയുന്നത്. അതായത് ഈ ലെവലിലേക്കാണ് ടാർഗറ്റ് പറയുന്നത്. ഇനി സ്റ്റോപ്പ് ലോസ് പറയുന്നത് 3098 ആണ്. അതായത് ഈ ഒരു സിങ്ങിന് താഴെയായിട്ട്, ഈ ഒരു സിങ്ങിലേക്ക് താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 3530 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽസ് ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ 3098 താഴെ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് മാറാം. ഇനി ഈ ഒരു സ്റ്റോക്സിൻ്റെ ഫണ്ടമെന്റൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ടമെന്റലി ഈ സ്റ്റോക്സ് സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ റീസൺ പറയുന്നത് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ്. പിന്നെ ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്, പിന്നെ മെറ്റീരിയൽ സെഗ്മെന്റ് ഉണ്ട്, പിന്നെ ഫിനാൻഷ്യൽ മെട്രിക്സ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, സ്റ്റേബിൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്, അതുപോലെ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് ചേഞ്ച് ഉണ്ട്, ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്. അപ്പോൾ ഈ 8 കാരണങ്ങളാണ് ഈ ഒരു BASF ഇന്ത്യനെ ഫണ്ടമെന്റലി സ്ട്രോങ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് കാനറ ബാങ്ക് ആണ്. അപ്പോൾ കാനറ ബാങ്കും സ്ട്രോങ് റിവേഴ്സിലാണ് സപ്പോർട്ട് ലെവലിൽ നിന്ന് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 607 മുകളിലാണ് ഒരു ബൈ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാനറ ബാങ്കിൻ്റെ ചാർട്ട് നോക്കാം. ഇപ്പോൾ ഡെയിലി ചാർട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ 607 മുകളിലാണ് ബ്രേക്ക് ഔട്ട് പറയുന്നത്. അതായത് ഈ ഒരു ഹൈക്ക് മുകളിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകുന്ന ചാൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് 529 ആണ്.
ഈ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 790. ഓക്കെ, അപ്പോൾ ഈ ഒരു സിംഗിലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവർ റീസൺ പറയുന്നത് RSI സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2.35 ആണ്. ഓക്കെ, ഇനി നമുക്ക് കാനറ ബാങ്കിൻ്റെ ഫണ്ടമെന്റൽസ് നമുക്ക് നോക്കാം. കാനറ ബാങ്കിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ഫണ്ടമെന്റൽസ് ആണ് വരുന്നത്. അതായത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, അതുപോലെ ന്യൂട്രലും ഉണ്ട്. ഇനി നമുക്ക് പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക് സ്റ്റാൻഡിംഗ് ഉണ്ട്, റീസണബിൾ വാല്യുവേഷൻ ആണ്, പിന്നെ ഡിവിഡൻഡ് yield ഉണ്ട്, സ്റ്റേബിൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ട്. ഇനി വീക്ക് പോയിന്റ് പറയുകയാണെങ്കിൽ ഹൈ ഡെപ്റ്റ് ലെവലാണ്, NPA ലെവൽ ഉണ്ട്, പിന്നെ ലോ ROC ആണ്, പിന്നെ ഡിക്ലൈൻ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ട്. അതായത് പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ് കുറയ്ക്കുന്നുണ്ട്. ഇനി ന്യൂട്രൽ പോയിന്റ്സ് ആണെങ്കിൽ CASA റേഷ്യോ ആണ്. അതായത് കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ് അക്കൗണ്ടിനാണ് CASA റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ കാനറ ബാങ്കിന് ഒരു മിക്സ്ഡ് ഫണ്ടമെന്റൽ റിവ്യൂ ആണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. ഇനി അടുത്ത് ഏഷ്യർ മോട്ടർ ആണ്. അപ്പോൾ ഏഷ്യർ മോട്ടർ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തെന്നാണ് പറയുന്നത്. ഡെയിലി ക്യാൻഡിൽസ്റ്റിക് ടൈം ഫ്രെയിമിലാണ് ഈ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഏഷ്യർ മോട്ടറിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബൈ ലെവൽ റെക്കമെൻഡ് ചെയ്യുന്നത് 4201 മുകളിലാണ് ബൈ ലെവൽ റെക്കമെൻഡ് ചെയ്യുന്നത്. 4201 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പ് സൈഡ് പോകാൻ ചാൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഈ ഒരു ഹൈ കൂടിയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒരു ടാർഗറ്റായിട്ട് പറയുന്നത് 5000 ആണ് ടാർഗറ്റ് പറയുന്നത്. അപ്പം ഈ ഒരു ലെവലാണ് ടാർഗറ്റ് പറയുന്നത്. ഇനി സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗിലോയ്ക്ക് താഴെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ്. അതായത് 3670 താഴെയാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. ഓക്കെ, ഈ ഒരു സിംഗിലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളും അതുപോലെ ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5000 വരെ പോകാൻ ചാൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സ് ടെക്നിക്കലി ഓക്കെ ആണ്. ഇനി നമുക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഏഷ്യർ മോട്ടർ ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്ന് പറയുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് ഐക്കോണിക് ബ്രാൻഡ് ഓണർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ത്രോ ജോയിന്റ് വെഞ്ചേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉണ്ട്, അതായത് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, ROCയും ROE നല്ലതാണ്, ഡെപ്റ്റ് മാനേജ്മെന്റ് നല്ലതാണ്, പിന്നെ നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്, പിന്നെ റിസർവ് ആൻഡ് ഫ്രീ ക്യാഷ് ഫ്ലോ നല്ലതാണ്, പിന്നെ സ്റ്റേബിൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാരണം കൊണ്ട് ഈ ഒരു ഏഷ്യർ മോട്ടർ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെന്റലിയും ടെക്നിക്കലിയും ഓക്കെയാണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു ബ്രേക്ക് ഔട്ട് മാത്രം ഒന്ന് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് നമുക്ക് ഈ ആഴ്ച സ്റ്റോക്ക് എഡ്ജിൽ വീക്ക്ലി റിപ്പോർട്ട്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കിയിരുന്നു. അപ്പോൾ ഫണ്ടമെന്റൽസിൽ കാനറ ബാങ്ക് ഒഴിച്ച് ബാക്കി 3 സ്റ്റോക്സുകളും ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റോക്സ് ബൈ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായ ഒരു അനാലിസിസ് കൂടി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.